3000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന OnePlusന്റെ ബഡ്സ്, OnePlus Nord Buds 2. ഇത് ആക്ച്വലി OnePlus Nord Buds 1ന്റെ രണ്ടാമത്തെ വേർഷനാണ്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി ആദ്യം നമ്മൾ ഈ സാധനം അൺബോക്സ് ചെയ്ത സമയത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചത് ഇതിൻ്റെ ഡിസൈനാണ്. OnePlus ഇതിൻ്റെ ഡിസൈനിൽ, അതായത് കേസിൻ്റെ ഡിസൈനിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫിസിക്കലി നോക്കുന്ന സമയത്ത് ഒരു മാറ്റ് സർഫസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. മെയിനായിട്ട് OnePlusന്റെ ലോഗോ എടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ഒരു LED ഇൻഡിക്കേറ്റർ, പിന്നെ പുറകിലായിട്ട് ഒരു Type-C പോർട്ടും, തൊട്ടടുത്തായിട്ട് ഒരു നമുക്കിങ്ങനെ അറിയാൻ പറ്റില്ല അതൊരു സ്വിച്ച് ആണെന്നുള്ളത് പെയറിംഗ് സ്വിച്ചാണ്. ഈ പെയറിംഗ് സ്വിച്ച് ആദ്യം ഒരാളിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ സ്വിച്ച് എവിടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ജസ്റ്റ് ആ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ആ സ്വിച്ച് വന്നിട്ടുള്ളത്. ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ Nord Buds 1ന്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു ഇയർബഡ്സ് ആണ് വരുന്നത്. ഇയർ ടിപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള മാറ്റവും ഫീൽ ചെയ്യുന്നില്ല. ഇനി കാതിലേക്ക് വെക്കുന്ന സമയത്തായാലും ഒരു തരത്തിലുള്ള മാറ്റവും ഫീൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഹോൾഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്പെറൻസി മോഡോ അല്ലെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ മോഡിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര, അതായത് നമ്മുടെ ബഡ്സ് പ്രോ പോലത്തെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അല്ല, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കാവുന്നുണ്ട് എന്ന് തന്നെ പറയാം. ടോൺ ക്വാളിറ്റി ബേസിക്കലി ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഈ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെ എല്ലാം ടോൺ ക്വാളിറ്റി സൂപ്പറായിട്ടുണ്ട്. ബേസ് കുറച്ച് കയറി നിൽക്കുന്ന ലെവലിലാണ് ഈ ഒരു ബഡ്സ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ബേസ് നല്ലപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു ആപ്റ്റായിട്ടുള്ള ചോയ്സാണ്. പിന്നെ ഇതിൻ്റെ ആ ബോഡി നോക്കിക്കഴിഞ്ഞാൽ പൊടി ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും, പക്ഷേ പൊടി ഇരിക്കുന്നതല്ല. ഇത് OnePlusന്റെ തന്നെ ഒരു ഡിസൈൻ, നമ്മുടെ മാർബിളിലൊക്കെ കാണുന്നത് പോലത്തെ ഒരു ടെക്സ്ചർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. OnePlus IP55 റേറ്റിംഗ് ഈ ഒരു ബഡ്സിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ഈ എന്താണ് മഴത്തുള്ളികളിൽ നിന്നെല്ലാം രക്ഷപ്പെടാം. എന്നാൽ കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് എന്നല്ല പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ബേസ് വേവ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു എൻഹാൻസ്മെൻറ്റ് അൽഗോരിതമാണ്. അത് യൂസ് ചെയ്തിട്ട് നല്ല ബേസ്, അതായത് ഡീപ്പായിട്ടുള്ള ബേസ് നമുക്ക് ഇയർബഡ്സിൽ കിട്ടാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ലാഗ് ഇല്ലാതെ നമുക്ക് ഇതിനകത്ത് ഗെയിമുകൾ വേണമെങ്കിൽ കളിക്കാനായിട്ട് സാധിക്കും. ബോക്സിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ചാർജിങ് കേബിള്, അതുപോലെ തന്നെ നമ്മുടെ 4 ഇയർ ടിപ്പുകൾ, ഒരു യൂസർ ഗൈഡ്, വാറണ്ടി കാർഡ്, റെഡ് കേബിൾ ക്ലബിലേക്കുള്ള ഒരു വെൽക്കം കാർഡ്, ഇത്രയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇയർബഡ്സ്. എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ തന്നെയാണ്. നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന Nord Buds നോക്കിക്കഴിഞ്ഞാൽ ഡിസൈനിൽ അത്ര എന്താ പറയട്ടെ, ഇതിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സോണിയുടെയും അല്ലെങ്കിൽ മറ്റ് കുറേ ബ്രാൻഡുകളുടെ 10,000-15,000 രൂപ 20,000 രൂപയുടെയും ഇയർബഡ്സിൻ്റെ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പ്രീമിയം ലുക്ക് കംപ്ലീറ്റ്ലി കൊണ്ടുവന്നിട്ടുണ്ട്. ഇയർബഡ്സിൽ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇയർ ടിപ്പുകളിൽ ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഈ പെട്ടിയുടെ കാര്യത്തിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്യാനും സൂപ്പർ കംഫർട്ടബിൾ ആയിരിക്കും. കാര്യം 4 മൈക്ക് ഇതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. 36 മണിക്കൂറാണ് കേസോട് കൂടിയുള്ള ബാറ്ററി ബാക്കപ്പ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ OnePlus Nord Buds 2ൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ. നിങ്ങളിപ്പോൾ 3000 രൂപയ്ക്കകത്ത് ഒരു ഇയർബഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഐ ഹൈലി സജസ്റ്റ്. പക്ഷേ നിങ്ങൾക്ക് ബേസ് നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാത്രം. അടുത്ത വീഡിയോ കാണാം.